കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് GCD, LCM അതേപോലെയുള്ള കുറച്ച് കൺസെപ്റ്റുകൾ, അതേപോലെ തന്നെ ഡിവിഷൻ അൽഗോരിതമാണ് നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞ് യൂക്ലിഡിയൻ അൽഗോരിതം കണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നു പീസോസ് ഐഡന്റിറ്റി, അതായത് GCD എന്ന് പറയുന്നതിനെ രണ്ട് നമ്പേഴ്സിന്റെ GCD ആ രണ്ട് നമ്പേഴ്സിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ബീസോസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് കണ്ടു. അതൊക്കെയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ സെമസ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്. അപ്പൊ ഈ സെമസ്റ്ററിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. യൂക്ലിഡിയൻ അൽഗോരിതവും ഡിവിഷൻ അൽഗോരിതവും ഡിവിഷൻ തിയറവും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ എം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇന്റിജർ ആണ് വിചാരിക്കുക. അപ്പോൾ എം എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര ഏത് വേണമെങ്കിലും ആകാം. സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്നത് 2 തൊട്ട് അങ്ങോട്ട് എടുക്കാറുള്ളൂ. ഇനി നമ്മളൊരു ഡെഫിനിഷൻ പറയാൻ പോകണം. ആൻഡ് ഇന്റിജർ എ ഈസ് കോൺഗ്രുവൻ ടു an integer b മോഡുലോ m. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. A is congruent to b മോഡുലോ m. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. If m divides a minus b, അതായത് a എന്ന് പറയുന്നത് ഈസ് കോൺഗ്രുവൻ ടു ബി മോഡുലോ എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എം എന്ന് പറയുന്നത് എ മൈനസ് ബി എയിൽ നിന്ന് ബി കുറയ്ക്കുമ്പോഴുള്ള ആ നമ്പറിനെ എം ഡിവൈഡ് ചെയ്യണം. വി ദെൻ റൈറ്റ്, അതായത് എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡുലോ എം എന്നുള്ളത് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് മോഡം എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ എ എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ല, ഇത് 3 ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കോൺഗ്രുവന്റ് എന്നുള്ളതിന്റെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വായിക്കേണ്ടത് എ ഈക്വൽ ടു ബി മോഡം എന്നല്ല വായിക്കേണ്ടത്. ഇതിനെ വായിക്കേണ്ടത് എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡുലോ എം എന്ന് വേണം വായിക്കാൻ. ഇനി നമ്മൾ എമ്മിനെ പറയുന്നത് എം ഈസ് ദി മോഡുലസ്. സാധാരണ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ നേരത്തെ എടുക്കുന്ന മോഡുലസ് ഓഫ് -2 = 2 എന്ന് പറയുന്ന ആ മോഡുലസ് അല്ല. ഇവിടുത്തെ കോൺഗ്രുവൻസ് റിലേഷന്റെ മോഡുലസ് എന്ന് പറയുന്നത് എം ആണ്. M is the modulus of the congruence relation. അപ്പോൾ അടുത്തതായിട്ട് if A is not congruent to B modulo M, then A is incongruent. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. A is incongruent to B modulo M. ആ കേസ് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതും A not congruent to B modulo M. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഡെഫിനിഷൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ ഒരു മിനിറ്റ് എടുത്ത്. കോൺഗ്രുവൻസിന്റെ 1-2 എക്സാമ്പിൾ കൂടി നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, എം എന്ന് പറയുന്നത് 5 എടുക്കും, പോസിറ്റീവ് ഇന്റിജർ 5. എ എന്ന് പറയുന്നത് 23, ബി എന്ന് പറയുന്നത് 3. അങ്ങനെയാണെങ്കിൽ എ ഈസ് കോൺഗ്രുവന്റ് ബി മോഡുലോ എം എന്ന് പറയാൻ പറ്റുമോ? തന്നെയാ, പറയാമോ ഡെഫിനിഷൻ നോക്കിയിട്ട്? ബി മോഡുലോ എം എന്ന് പറയാൻ പറ്റുമോ? അവിടെ എന്താ നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? അതല്ല, നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? എ ഈസ് കോൺഗ്രുവന്റ് ബി മോഡുലോ എം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? അയ്യോ, അതല്ല ഡെഫിനിഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? വായിച്ചു നോക്കിയില്ലേ ഡെഫിനിഷൻ നേരത്തെ എഴുതിയിരുന്നത്? അല്ല, അത് ഇൻകോൺഗ്രുവൻസിന്റെ അല്ലേ? അതിന് മുമ്പ് കോൺഗ്രുവൻസിന്റെ എഴുതിയൊന്നും കണ്ടില്ലേ? ഏറ്റവും മുകളിൽ എഴുതിയേക്കുന്നത് വായിക്കുന്നില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതൊന്നും കാണുന്നില്ല, വെറുതെ ഇരിക്കുകയാണോ അവിടെ?
എഴുതിയിട്ടുണ്ട്, അത് കണ്ടില്ല. അപ്പൊ ശരി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താ? എ കോൺഗ്രുവന്റ് ബി മോഡുലോ എം ആണോ? എം ഡിവൈഡ്സ് നിൽക്കേ. അല്ല. എന്താ കാര്യം? എന്താണ് അല്ല നമുക്കിവിടെ കോൺഗ്രുവന്റ് ആണോ എന്ന് അറിയാനായിട്ട് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ആണ് എം ഡിവൈഡ്സ് എ മൈനസ് ബി. അല്ല, എങ്ങനെ മനസ്സിലായി കോൺഗ്രുവന്റ് ആണെന്ന്? എന്ത് ചെയ്തു? 5 ഡിവൈഡ്സ് എ മൈനസ് ബി. 5 ഡിവൈഡ്സ് എ മൈനസ് ബി. എ മൈനസ് ബി എത്രയാണ് ഇവിടെ? 5/20. എ മൈനസ് ബി എത്രയാണ്? 20. 20 എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 5 ഡിവൈഡ്സ് 20 ആണ്. 20/5 എന്നല്ല പറയേണ്ടത്. 5 ഡിവൈഡ്സ് 20 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20/5 എന്നുള്ളതല്ല, 20 എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണോ, അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഡിവൈഡ്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് 20/5 എന്നുള്ളതല്ല, 5 ഡിവൈഡ് ചെയ്യുന്നുണ്ടോ. ഇതിനെ വായിക്കുന്നത് 5 ഡിവൈഡ്സ് 20 എന്നാണ് കേട്ടോ. അപ്പോ 5 ഡിവൈഡ്സ് 20 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore 23 is congruent to 3 mod 5. മനസ്സിലായി ചെയ്യുന്നത്? ശരി, ഇനി അടുത്തത് ദേവിക. ഇത് ദേവികയാണ് ഇനി പറയേണ്ടത്. m equal to 6, a equal to 48, b equal to 12. ദേവിക ഇതെങ്ങനെ ചെയ്യും? എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണോ നോക്കണം. ഇനി എ മൈനസ് ബി എത്രയാണ് ഇവിടെ? 36. m 6 ആണ്. 6 ഡിവൈഡ് 36 ആണോ? അതെ. അതുകൊണ്ട് 48 എന്താണ്? കോൺഗ്രുവന്റ് ടു 48 is congruent to 6 മോഡുലോ 48. 6 is congruent to അല്ലേ? ഡെഫിനിഷൻ ഒന്നും വായിച്ചില്ല. ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കും. രാവിലെ ഇത് ക്ലാസ്സിൽ കയറുന്നേ ഉള്ളൂ അല്ലേ? നോക്ക് എന്താ എഴുതിയേക്കുന്നതെന്ന്. A is congruent to B modulo M. അതല്ലേ ഒരു മിനിറ്റ് സമയം തന്നിട്ട് എന്താ വായിച്ചു നോക്കാഞ്ഞേ? 48 congruent to 12 modulo 6. 12 modulo 6. ഓക്കെ. 48 എന്ന് പറയുന്നത് congruent to 12 modulo 6 ആണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ. എ എന്ന് പറയുന്നത് 18, ബി എന്ന് പറയുന്നത് -6, എം 7. ലക്ഷ്മി പറയാമോ? എ കോൺഗ്രുവന്റ് ബി മോഡുലോ എം ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? m ഡിവൈഡ്സ് a മൈനസ് ബി ആണ്. എ മൈനസ് ബി എത്രയാണ്? 24. 7 എന്ന് പറയുന്നത് 24 ഡിവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോ 7 ഡസ് നോട്ട് ഡിവൈഡ് അല്ലേ? ഒരു ചരിച്ച ഒരു വര. 7 ഡസ് നോട്ട് ഡിവൈഡ് 24. അതുകൊണ്ട് എ കോൺഗ്രുവന്റ് ബി ആണോ? ഇൻകോൺഗ്രുവന്റ് ആണ്. അപ്പൊ 24 എന്ന് പറയുന്നത് 18 എന്ന് പറയുന്നത് നോട്ട് കോൺഗ്രുവന്റ്, ഇൻകോൺഗ്രുവന്റ് ടു എത്രയാണ്? -6 mod 7. മനസ്സിലായി എങ്ങനെ ചെയ്ത് നോക്കുന്നത്? 2 നമ്പർ ഒന്ന് എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ കൂടെ. a equal to 29, b equal to 13, m equal to 8. ശിവരഞ്ജനി പറയാമോ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന്? m divides a minus b ആണ്. a minus b പറഞ്ഞ എത്രയാണ്? എത്രയാണ്? 16. 16. 8 divides 16 ആണോ? അതെ. 8 divides 16. അതുകൊണ്ട് എന്താ എഴുതാം നമുക്ക്? 29 is congruent to 13 mod 8 അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായത് എങ്ങനെ ചെയ്യുന്നതെന്ന്? മനസ്സിലായി സർ. ശരി. അപ്പോ നമുക്ക് നമ്മളുടെ ഇനിയിപ്പോ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോഴുള്ള കൺസെപ്റ്റുകളെല്ലാം തന്നെ കോൺഗ്രുവൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഐഡിയ മനസ്സിലായില്ലെങ്കിൽ ഈ നമ്പർ തിയറി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്ന ഒരു കാര്യവും മനസ്സിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഞാൻ കുറച്ച് എക്സസൈസും കൂടെ തരാം. ആ എക്സസൈസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തിരിക്കണം. ഹോംവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യമില്ല, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മറന്നു കളയേണ്ടി വരും. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ടത്
A equal to 51, B equal to 37, M equal to 7. ഒന്നാം. രണ്ടാമത്തത് A equal to 54, B equal to 61, M equal to 11. ഒരു നമ്പർ കൂടി A equal to minus 19, B is equal to 17, M is equal to 12. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത ദിവസം കൃത്യമായിട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് പറയാം. ഓക്കെ, എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്യണം. ഇത് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ എല്ലാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് ഇഫ് A congruent to B mod M. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയാം. ഓക്കെ, ചെയ്ത് നോക്കാമല്ലോ എല്ലാവർക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിപ്പോ ചെയ്യാനുള്ളതാണ്. ഷോ ദാറ്റ് A is congruent to B mod M if and only if A equal to B plus Km for some integer K. അതായത് A കോൺഗ്രുവന്റ് ബി മോഡൽ എം ആണെങ്കിൽ A എന്ന് പറയുന്നത് B plus Km ആയിരിക്കും. നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് എയും പിയും എന്ന് പറയുന്നത് 23 3 ആണ്, എം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ 23 എന്ന് പറയുന്നതിനെ നമുക്ക് B plus Km എന്നുള്ള ഫോമിൽ ഇവിടെ എഴുതാൻ പറ്റുമോ? 23 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 23 ഈക്വൽ ടു 3 plus 5 into സംതിങ് പറ്റുമോ? എത്രയാണ് കെ എത്ര വരണം അവിടെ? A4 വരണം. അപ്പൊ എഴുതാമല്ലോ ഇവിടെ. അടുത്തത് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ 48 എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് ടു 12 മോഡലും 6 ആണ്. അപ്പോൾ 48 ഈക്വൽ ടു 12 പ്ലസ് 6 ഇൻറ്റു എം എന്ന് പറയുന്നത് 6 ആണ്. 6 ഇൻറ്റു എത്ര എഴുതണം അവിടെ? 6. എഴുതാമല്ലോ. അപ്പൊ അതാണ് ഇവിടെ ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് ബിയുമായിട്ട് കോൺഗ്രുവന്റ് ആണെങ്കിൽ A ഈക്വൽ ടു B plus Km എന്ന് പറയുന്ന ഒരു K നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ A എന്ന് പറയുന്നത് B plus Km ആണെങ്കിൽ A എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് B മോഡൽ M ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒന്നാമത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് A എന്ന് പറയുന്ന ബിയുമായിട്ട് കോൺഗ്രുവന്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് A ഈസ് കോൺഗ്രുവന്റ് ടു B mod M. A ഈസ് കോൺഗ്രുവന്റ് ടു B mod M എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? ഖലീഫ പറയാമോ ഡെഫിനിഷൻ എന്താണെന്ന്? A is congruent to B model M. എന്താണ് ഡെഫിനിഷൻ? M divides A minus B. Therefore M divides A minus B. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനായിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നേരെ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള ഉപയോഗിക്കുക. അപ്പോൾ M divides A minus B എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ഡിവിസിബിലിറ്റിയുടെ അറിയാം. A divides B എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം B is equal to A C എന്നാണ്, അല്ലേ? ഫോർ സം C ഇന്റിജർ. ഇതാണ് നമ്മളുടെ A divides B എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ M divides A minus B എന്ന് പറയുന്നത് കൊണ്ട് A minus B എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എന്ന് പറയാം Km എന്ന് പറയാമല്ലോ. സിക്ക് പകരം K എടുത്തു, അല്ലേ? A minus B is equal to Km for some K in Z ആണല്ലോ. അതുകൊണ്ട് എന്തായി? A ഈക്വൽ ടു എന്തെഴുതാം? B plus Km. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയല്ലോ. ഇനി സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്തത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. ഇനി അടുത്ത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? A ഈക്വൽ ടു B plus Km ആണെങ്കിൽ A കോൺഗ്രുവന്റ് ടു B mod M ആണ്, അല്ലേ? Now suppose A ഈക്വൽ ടു B plus Km. A ഈക്വൽ ടു B plus Km നമുക്കറിയാം മോഡുലോ ആണ് എങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് M divides A minus B എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ A minus B നമുക്ക് എടുക്കാം. A minus B എന്താണ്? പക്ഷെ ഇത് തന്നെയല്ലേ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ. അതായത് A minus B എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫോം ആണ്. Therefore M divides എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? A divides B എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് B is equal to AC ആയിരിക്കണം. ഇനി B equal to AC ആണെങ്കിൽ A divides B ആണ്. അപ്പൊ A minus B എന്ന് പറയുന്നത് Km ആയതുകൊണ്ട് M divides എന്താണ്? A minus B ആണ്. അതുകൊണ്ട് A is congruent to B mod M. ഈ പ്രോബ്ലം ചെയ്തത് ഒന്ന് വായിച്ചു നോക്കി.
ശരി, അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് എ കോൺഗ്രുവന്റ് ബി മോഡുലോ എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഡിവൈഡ്സ് എം എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ. ഇതാണ് നമ്മളിപ്പോ സോൾവ് ചെയ്ത പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, ഈ ഒരു കാര്യം ശരിയാണോ എന്ന് നോക്കണം. എ ഈസ് കോൺഗ്രുവന്റ് ടു 0 mod m if and only if m divides a minus 0. ശരിയാണോ? ശരിയാണോ? ഇതല്ലേ ഡെഫിനിഷൻ എന്ന് പറയുന്നതല്ലേ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് m divides a അല്ലേ? എ മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഏ തന്നെയല്ലേ? അതായത് എ എന്ന് പറയുന്നത് 0 മോഡുലോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എ എന്ന് പറയുന്ന എമ്മിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? അതെ സർ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വേണം. അപ്പോൾ എപ്പോഴും എ എന്ന് പറയുന്നത് 0 മോഡുലോ എം ആണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്നത് എമ്മിന്റെ മൾട്ടിപ്പിൾ ആണെന്നാണ്. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലിരുന്നോണം. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് നമുക്ക് 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്നാമത് ഷോ ദാറ്റ് എ ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡ് എം. അതായത് എ എന്ന് പറയുന്ന എയോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ആർക്കെങ്കിലും പറയാമോ? തുടങ്ങുന്നത് അഹല്യ. എങ്ങനെ തുടങ്ങണം ഇത്? ഡെഫിനിഷൻ എഴുതണം സർ. ഡെഫിനിഷൻ എന്താണ്? m by എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡ് എം b mod ഇഫ് എന്താണ് നമ്മുടെ ഡെഫിനിഷൻ? എം ഡിവൈഡ്സ് a minus a. എ മൈനസ് എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡിൽ എമ്മിന്റെ ഡെഫിനിഷൻ ആണ്. എം ഡിവൈഡ്സ് എ a മൈനസ് minus b. ഇനി എ മൈനസ് എത്രയാണ്? a minus 0. 0 ആണ്. എം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇന്റിജർ ആണല്ലോ. അതെ. നമുക്കറിയാം ഏതൊരു പോസിറ്റീവ് ഇന്റിജറും 0 ആയി ഡിവൈഡ് ചെയ്യുമല്ലോ. കാരണം ഏതൊരു പോസിറ്റീവ് ഇന്റിജർ എടുത്തു കഴിഞ്ഞാലും 0 ഈക്വൽ ടു എം ഇൻറ്റു 0 എഴുതാമല്ലോ. സിൻസ് 0 ഈക്വൽ ടു എം ഇൻറ്റു 0, 0 ഈസ് എം ഡിവൈഡ് 0 അല്ലേ? ഏതൊരു പോസിറ്റീവ് ഇന്റിജറും 0 ആയി ഡിവൈഡ് ചെയ്യും അല്ലേ? നേരെ തിരിച്ച് 0 പോസിറ്റീവ് ഇന്റിജറിനെ ഡിവൈഡ് ചെയ്യില്ല. ഏതൊരു പോസിറ്റീവ് ഇന്റിജറും 0 ആയി ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് എന്ത് പറയാം? therefore m divides a minus a. therefore a is congruent to എന്താണ്? a മോഡുലോ അല്ലേ? അപ്പൊ ഇതിനെ പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് a is congruent to a മോഡുലോ എന്ന് നമ്മൾ പറയുന്നത് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. The above property is called reflexive property of the relation is congruent to. ഇതിന് പറയുന്ന പേരാണ് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഷോ ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു ഈസ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷോ ദാറ്റ് എ ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡുലോ എം. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റൻ അങ്ങനെ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അതും കൂടി ചേർത്ത് വേണം എഴുതിക്കൊള്ളാൻ. ഷോ ദാറ്റ് എ ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡുലോ എം എന്ന് പറയുന്നതിന്റെ അത് തന്നെയാണ് എന്ത്? ഷോ ദാറ്റ് പ്രോപ്പർട്ടി ദ റിലേഷൻ ഈസ് കോൺഗ്രുവന്റ് ടു ഈസ് റിഫ്ലെക്സീവ്. മനസ്സിലായല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. Show that A is congruent to B mod M implies B is congruent to A mod. That is, this relation is symmetric. ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് പറയാമോ? ആർക്കെങ്കിലും പറഞ്ഞു തുടങ്ങാമോ? എ കോൺഗ്രുവന്റ് ബി മോഡൽ എം ആണ്. അങ്ങനെയാണെങ്കിൽ ബി കോൺഗ്രുവന്റ് എ മോഡൽ എം ആണ് പ്രൂവ് ചെയ്യണം. എ കോൺഗ്രുവന്റ് ബി മോഡൽ എം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എ കോൺഗ്രുവന്റ് ബി മോഡൽ എം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എം ഡിവൈഡ്സ് എന്താണ്? എ മൈനസ് ബി. എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞു. എ മൈനസ് ബി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു എം ആയിരിക്കണം. ഫോർ സം കെ ഇസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എത്രയാണ്? മൈനസ് കെ ഇൻറ്റു എം. അതുകൊണ്ട് അപ്പോഴും നമ്മളുടെ ബി മൈനസ് എന്ന് പറയുന്നത് എമ്മിന്റെ തന്നെ മൾട്ടിപ്പിൾ ആയില്ലേ?
അതെ. അതുകൊണ്ട് എം ഡിവൈഡ്സ് എന്താണ്? ബി മൈനസ് ബി മൈനസ്. അതുകൊണ്ട് ബി കോൺഗ്രുവന്റ് ടു എ മോഡ് എ മോഡ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്? എ എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് ടു ബി മോഡം ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എം എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിസിബിലിറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എ ഡിവൈഡ്സ് ബി ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി ഇസ് ഈക്വൽ ടു എ സി എന്നാണ്. അതുകൊണ്ട് എ മൈനസ് ബി എന്ന് പറയുന്നത് കെ എം ആയി. എ മൈനസ് ബി കെ എം ആയതുകൊണ്ട് ബി മൈനസ് എ എന്ന് പറയുന്നത് മൈനസ് കെ എം ആയി. അതുകൊണ്ട് എം ഡിവൈഡ്സ് ബി മൈനസ് എ ആണ്. ഈ പ്രോപ്പർട്ടി പറയുന്ന പേരാണ് സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് കോൺഗ്രുവൻസ് റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. If A congruent to B modem and B congruent to C modem, show that A congruent to C mod M. ഈ പ്രോപ്പർട്ടി പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എയും ബിയും കോൺഗ്രുവന്റ് ആണ്, ബിയും സിയും കോൺഗ്രുവന്റ് ആണ്, മോഡുലോ സെയിം എം. അങ്ങനെയാണെങ്കിൽ എയും സിയും കോൺഗ്രുവന്റ് ആണെന്നുള്ളതാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഡെഫിനിഷൻ അതേപോലെ തന്നെ വീണ്ടും എഴുതുന്നു. അപ്പോൾ എ എന്ന് പറയുന്നത് ബിയുമായിട്ട് കോൺഗ്രുവന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എം ഡിവൈഡ്സ് എ കോൺഗ്രുവന്റ് ടു ബി മോഡം ആയതുകൊണ്ട് നമുക്ക് പറയാം എം ഡിവൈഡ്സ് ബി മൈനസ് സി. സോറി, എം ഡിവൈഡ്സ് എ മൈനസ് ബി അല്ലേ? അടുത്തത് ബിയും സിയും കൂടി കോൺഗ്രുവന്റ് ആണ്. അതുകൊണ്ട് അടുത്തായിട്ട് എഴുതാം എം ഡിവൈഡ്സ് ബി മൈനസ് സി. അപ്പോൾ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആയതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എം ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്തെഴുതാം? കെ വൺ എം എഴുതാമല്ലോ. അതേപോലെ തന്നെ ബി മൈനസ് സി ഈക്വൽ ടു കെ ടു എം എഴുതാമല്ലോ. അപ്പോ ഈ രണ്ട് നമ്പർ എ മൈനസ് ബിയും ബി മൈനസ് സി ഉപയോഗിച്ചുകൊണ്ട് എ മൈനസ് സി കണ്ടുപിടിക്കാൻ പറ്റുമോ? എ മൈനസ് ബി ബി മൈനസ് സി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എ മൈനസ് സി കിട്ടുന്നത്? കണ്ടിട്ടൊന്നും തോന്നുന്നില്ല ആരുടെ എക്സ്പ്രഷൻ. സോൾവ് ചെയ്താൽ മതിയല്ലോ. സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആകപ്പാട് രണ്ടും കൂട്ടിയാൽ പോരെ? എ മൈനസ് ബിയും ബി മൈനസ് സിയും കൂട്ടി കഴിഞ്ഞാൽ കിട്ടുമല്ലോ, അത് എ മൈനസ് സി കിട്ടുമല്ലോ. Therefore, a minus b plus b minus c എന്ന് പറയുന്നത് k1 plus k2 into m ആണ് അല്ലേ? ഇത് പക്ഷേ a minus c ആണ്. a minus c equal to k1 plus k2 ഇതിനെ നമ്മൾ k3 എന്ന് വിളിക്കുന്നു. k3 m ആണ്. അതുകൊണ്ട് കിട്ടി m divides a minus c. a minus c. അതുകൊണ്ട് a കോൺഗ്രുവന്റ് എന്താണ്? c മോഡൽ. അപ്പോൾ നമ്മുടെ ഈസ് കോൺഗ്രുവന്റ് എം എന്ന് പറയുന്ന റിലേഷൻ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് അത് റിഫ്ലെക്സീവ് ആണ്, അതായത് എ കോൺഗ്രുവന്റ് എ മോഡുലോ എം ആണ്. രണ്ടാമത്തേത് സിമെട്രിക് ആണ്, അതായത് എ കോൺഗ്രുവന്റ് ബി മോഡുലോ എം ആണെങ്കിൽ ബി കോൺഗ്രുവന്റ് എ മോഡുലോ എം ആയിരിക്കും. മൂന്നാമത്തേത് ട്രാൻസിറ്റീവ് ആണ്. ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനെ സാധാരണ ഒരു പേര് വിളിക്കാറുണ്ട്. പറയാം എന്താണ്? ഇക്വലൻസ് റിലേഷൻ. അതായത് ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് എ ഈസ് റിലേറ്റഡ് ടു ബി എന്നുള്ളതിന് പകരമായിട്ട് എ ഈസ് കോൺഗ്രുവന്റ് ബി എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഈസ് കോൺഗ്രുവന്റ് എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. Therefore, is an equivalence relation. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഷോ ദാറ്റ് എ കോൺഗ്രുവന്റ് ബി മോഡുലോ എം. അത് പലപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്. 4 മാർക്കിനും ഒക്കെ ആയിട്ട്. ചിലപ്പോൾ 4 മാർക്കിന് മാത്രമല്ല, ചിലപ്പോൾ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റിന്റെ ഒരു പാർട്ടായിട്ട് ചോദിച്ചേക്കും. അതിന് പറയുന്നത് ഇതാണ്: ഷോ ദാറ്റ് എ കോൺഗ്രുവന്റ് ബി മോഡുലോ എം എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ക്വസ്റ്റിന് ആൻസർ ചെയ്യണം. ഏതൊക്കെയാണ് 3 ക്വസ്റ്റ്യൻ? ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് എ എന്ന് പറയുന്നത് എയോട് തന്നെ കോൺഗ്രുവന്റ് ആണ്, അതായത് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാമത് ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ ഇതിന്റെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ.
so that A congruent to B mod M if and only if A and B leave the same remainder when divided by M. അതായത് എ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും ബി എ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും സെയിം ആയിരിക്കണം. എപ്പോൾ എ കോൺഗ്രുവന്റ് ബി മോഡൽ എം ആകുമ്പോൾ. അതേപോലെ തന്നെ എ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ബി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിമൈൻഡർ സെയിം ആണെങ്കിൽ നേരെ തിരിച്ച് എ കോൺഗ്രുവന്റ് ബി മോഡൽ എം ആയിരിക്കും. ഇത് രണ്ടും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പൊ ശരി, നമുക്ക് ആദ്യം നമ്മുടെ ഈ ക്വസ്റ്റൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ആർക്കെങ്കിലും പറഞ്ഞു തുടങ്ങാമോ ഇതിന്റെ ആൻസർ എങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങണമെന്ന്? Suppose Ah. Suppose A congruent to B model M. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ സെൻസ് എന്ത് പറയാം? M divides A minus B. എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. അതല്ല, നമ്മൾ നേരത്തെ എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ഒന്നും പഠിച്ചില്ലായിരുന്നു അല്ലെ? നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യം എഴുതിയത് എ കോൺഗ്രുവന്റ് ബി മോഡൽ എം ആണെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആണ്. അങ്ങനെ പറഞ്ഞില്ലേ? എവിടെ പറഞ്ഞത്? എ ഈക്വൽ ടു ബി പ്ലസ് കെ എം എന്ന് എവിടെ പറഞ്ഞു? എ എന്ന് പറയുന്നത് ബി പ്ലസ് കെ എം ആണ്. അതായിരിക്കും ഇവിടെ കുറച്ചുകൂടെ സൗകര്യം, കാരണം നമുക്ക് ഇവിടെ വേണ്ട റിമൈൻഡർ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റേത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എം ഡിവൈഡ്സ് ബി മൈനസ് എ, എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു കെ എം എന്നാണ്. അതുകൊണ്ട് എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആണ്. ശരിയാണല്ലോ? ഇനി ഫോർ സം കെ നിസർ, ഇനി നമ്മളുടെ ഡിവിഷൻ തിയറം എന്താണ് പറയുന്നത്? ബി എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ബി ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. ശരിയാണോ? വേർ 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ബൈ ഡിവിഷൻ തിയറം ഡിവിഷൻ അൽഗോരിതം. എന്താ നമ്മൾ പേര് പറഞ്ഞത്? ഡിവിഷൻ തിയറം. അപ്പൊ ബി എന്ന് പറയുന്നത് എം ക്യൂ പ്ലസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി എങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ km plus b. എ ഈക്വൽ ടു ബിക്ക് പകരമായിട്ട് എം ക്യൂ പ്ലസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? Okay. അങ്ങനെ ചെയ്താൽ എം ക്യൂ പ്ലസ് എം കെ പ്ലസ് ആർ അല്ലേ? അല്ലേ? കെ എം പ്ലസ് കെ എം ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു എം ക്യൂ പ്ലസ് ആറും കൂടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇത് എം, ഇതിനെ നമുക്ക് കെ ഡാഷ് എന്ന് വിളിക്കാം. അതായത് ഇതിനെ ക്യൂ എം ഒരുമിച്ച്, ക്യൂവും കെയും ഒരുമിച്ചാക്കി. ക്യൂ പ്ലസ് കെ എന്ന് പറയുന്നതിനെ കെ ഡാഷ് എന്ന് വിളിച്ചു. ഈ ആറിന്റെ പ്രോപ്പർട്ടി എന്താ? 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആണ്. അപ്പൊ നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് എ ഈക്വൽ ടു എം കെ ഡാഷ് പ്ലസ് ആർ എന്ന് എഴുതി. പക്ഷെ നമുക്കറിയാം ഇങ്ങനെ ഒരു ആറ് കണ്ടുപിടിച്ചാൽ, അതായത് 0ക്കും എമ്മിനും ഇടയിലായിട്ട് ഒരു ആറ് കണ്ടുപിടിച്ചാൽ ഈ ഡിവിഷൻ തിയറം അനുസരിച്ച് ഇത് യൂണീക്ക് ആണല്ലോ ഈ ആർ. ഇല്ലേ? ഡിവിഷൻ തിയറത്തിനകത്ത് പറയുന്നത് നമുക്ക് എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ വേർ ആർ ആൻഡ് ക്യൂ ആർ യൂണീക്ക് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ബൈ ഡിവിഷൻ തിയറം the remainder r എന്താണ് is unique അല്ലേ? therefore അപ്പോൾ എ നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്നത് ബി എ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അപ്പോ എ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര തന്നെയാണ് അങ്ങനെയാണെങ്കിൽ? 6. therefore remainder on dividing A and B with M is the same അല്ലേ? അതല്ലേ പ്രൂവ് ചെയ്യേണ്ടിരുന്നത്? ഒരേ റിമൈൻഡർ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടിരുന്നത്? അപ്പോ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ ബിക്ക് ഡിവിഷൻ തിയറം അപ്ലൈ ചെയ്തു. എന്നിട്ട് ബിക്ക് കിട്ടിയ ആ ഒരു ഡിവിഷൻ തിയറത്തിന്റെ ആ ഒരു വാല്യൂവിനെ നമ്മൾ എയുടെ റൈറ്റ് സൈഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ ഈസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ ഫോമിൽ ആക്കി മാറ്റി. ഇതാണ് നമ്മളവിടെ ചെയ്തത്. ഇനി നമുക്ക് നേരെ തിരിച്ചും കൂടെ പ്രൂവ് ചെയ്യണം. തിരിച്ചെന്താ പ്രൂവ് ചെയ്യേണ്ടത്? എയും ബിയെയും എം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ് എങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം?
A congruent. എ കോൺഗ്രുവന്റ് ബി മോഡൽ എം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് അസ്യൂം ചെയ്യാം. സപ്പോസ് എ ആൻഡ് ബി ലീവ്സ് ദ സെയിം റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ എം. നൗ സപ്പോസ് A and B leave the same remainder, അല്ലേ? When divided by M. അതായത് സെയിം റിമൈൻഡർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് A equal to M Q1 plus R, 0 less than or equal to R less than M. റിമൈൻഡർ R ആണ്. അതുപോലെ B equal to എന്ത് എഴുതണം? M Q2 plus എന്തെഴുതണം? R2. റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം അല്ലേ? R2 എഴുതാൻ പറ്റുമോ? ഇല്ല, R. റിമൈൻഡർ രണ്ടും R തന്നെയാണ്. 0 less than or equal to R less than M. സെയിം റിമൈൻഡർ ആണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് A മൈനസ് ബി എന്ന് പറയുന്നത് എന്താവും അങ്ങനെയാണെങ്കിൽ? M into Q1 minus Q2 R minus R, 0 ആയിപ്പോയില്ലേ? അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ ആയില്ലേ A മൈനസ് ബി എന്ന് പറയുന്നത്? M divides A minus B. M divides A minus B എന്ന് പറഞ്ഞാൽ A congruent to B മോഡുലോ ഇവിടെ റിമൈൻഡർ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? A is equal to MQ1 plus R ആണ്. B എന്ന് പറയുന്നത് MQ2 plus സെയിം R ആണ്. അങ്ങനെയാണെങ്കിൽ A minus B എന്ന് പറയുന്നത് ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ M into Q1 minus Q2. ഈ Q1 minus Q2 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു K എന്ന് വിളിക്കാം. അപ്പൊ A minus B എന്ന് പറയുന്നത് MK ആണ്. അതുകൊണ്ട് M divides A minus B ആണ്. അതുകൊണ്ട് ഡെഫിനിഷൻ അനുസരിച്ച് A എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് ടു B മോഡുലോ M ആണ്. മനസ്സിലായി ചെയ്തത്? മനസ്സിലായി സർ. അപ്പൊ നമ്മൾ രണ്ട് പാർട്ട് ചെയ്തു ഇതിനകത്ത്. ഒന്നാമത്തേത് എയും ബിയും കോൺഗ്രുവന്റ് ആണ് എങ്കിൽ രണ്ടിന്റെയും റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത്തേത് രണ്ടിന്റെയും റിമൈൻഡർ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം ആണ് എങ്കിൽ എയും ബിയും കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതിന് എക്സാമ്പിൾ നോക്കിയിട്ട് ഫിനിഷ് ചെയ്യാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്തത് തന്നെയാണ്. 48 കോൺഗ്രുവന്റ് ടു 28 mod 5 ആണ്. ശരിയാണോ? നോക്കിക്കേ. സീതാലക്ഷ്മി, 48 എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് 28 ആണോ? ആണല്ലോ. 5 divides 20 ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി 48നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്ന് പറയാമോ? 48 equal to 5 into something plus something. വരും 5 into 6 plus 5 into 6ഓ? റിമൈൻഡർ എടുക്കുന്ന എങ്ങനെ? റിമൈൻഡർ എടുക്കുന്ന 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഏറ്റവും വലിയ എത്ര എടുക്കാം അത്ര എടുക്കണം. 48ന് അടുത്തുള്ള ഏറ്റവും വലിയ 5 മൾട്ടിപ്പിൾ എത്ര ആണ്? 8 plus അത്ര വരെ കണ്ടിട്ടുള്ളൂ 5ന്റെ മൾട്ടിപ്പിൾസ്? അയ്യോ, സ്കൂളിലെ നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ഇനി പഠിച്ചിട്ട് വരാൻ പറയേണ്ടി വരുമോ? 9 plus 4. 9 plus 4ഓ? പിന്നെയും പോയി. 9 plus 3. 28 എന്ന് പറയുന്നത് ഈക്വൽ ടു 5 into 5 plus 3. 5 plus 3. റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം ആണല്ലോ അല്ലേ? ഇപ്പൊ 48 28 കോൺഗ്രുവന്റ് ആണ്. അതുകൊണ്ട് റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് രണ്ട് നമ്പറുകൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും.